അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. UGC നെറ്റ് അറബിക്കുമായി ബന്ധപ്പെട്ട് ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ ചെയ്തിരുന്നത് ഒരേ പേരിൽ അല്ലെങ്കിൽ പേരിൽ സാമ്യതയുള്ള ചില കവികളെയും സാഹിത്യകാരന്മാരെയുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരേ ഗോത്രത്തിൽ പെടുന്ന ചില സാഹിത്യകാരന്മാരെയാണ് പറയുന്നത്. ഈ ഗോത്രത്തിലൂടെ ആളുകളെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ആളുകളെ പരിചയപ്പെടുത്തിയിരുന്ന ഒരു സംവിധാനം ഏകദേശം അബ്ബാസിയ കാലഘട്ടം ഉൾപ്പെടെയുള്ള ഒരു കാലത്തായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള സാഹിത്യകാരന്മാര്, കവികള്, അതുപോലെ തന്നെ പ്രസംഗികര്, നെസ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ, ഇവരെയൊക്കെ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർ, ഇവരെയൊക്കെ അവരുടെ ഗോത്രം കൂടിയിട്ടായിരുന്നു, അവരുടെ പേരിനൊപ്പം ഗോത്രത്തെ കൂടി വെച്ചിട്ടായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. ഉദാഹരണത്തിന് സുഹൈർ ബിൻ അബി സുലമ അൽ മുസ്നി, അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബസി, അങ്ങനെ ഓരോരുത്തർ, അബസ്, മുസ്നി എന്നൊക്കെ പറയുന്ന ഓരോ ഗോത്രം, ഹസ്റജ് ഒരു ഗോത്രമായിരുന്നു. അങ്ങനെ ഓരോ ഗോത്രവുമായി ബന്ധപ്പെട്ടാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ള സാഹിത്യകാരന്മാരെ, പണ്ഡിതന്മാരെ, വ്യക്തികളെയൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആ ഗോത്രം വേർതിരിച്ച് മനസ്സിലാക്കിയാൽ ഒന്നുകൂടെ അവരെ ഓർമ്മിക്കാനും അവരെ മനസ്സിലാക്കാനും അവരുടെ കാലഘട്ടം മനസ്സിലാക്കാനും അവരുടെ ഏരിയ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും എന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ നമുക്ക് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരേ പേരിലുള്ള ചില കവികളെ, ചില സാഹിത്യകാരന്മാരെ പരിചയപ്പെട്ടു. അഹ്മദ് ബിൻ ഹുസൈൻ എന്ന് പറയുന്ന 2 മുത്തനബിയെയും ബദിഉസ്സമാൻ അൽ ഹമദാനിയെയും, ഒരേ പേരാണ് അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അഹ്മദ് ബിൻ അബ്ദുല്ല എന്നൊക്കെ പറയുന്ന, അഹ്മദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരേ പേരിൽ വരുന്ന വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ സാഹിത്യകാരന്മാരെ കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് ഒരേ ഗോത്രത്തിൽപ്പെടുന്ന ചില കവികളെയാണ്. അപ്പോൾ അവരുടെ ഏരിയകളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒന്നുകൂടെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് തഗ്ലബ് ഗോത്രത്തെയാണ്. തഗ്ലബ് ഗോത്രം ആ കാലഘട്ടത്തെ പ്രസിദ്ധമായ ഒരു ഗോത്രമാണ്. മുഅല്ലഖകളിൽ, ശുഅറാഉൽ മുഅല്ലഖയിൽ അംർ ബിൻ കുൽസും അത്തഗ്ലബിയാണ് അതിലെ ഒരു പ്രസിദ്ധനായ ഒരു കവി. നമ്മുടെ സിലബസിലുള്ള ഒരു പ്രസിദ്ധനായ കവി അംർ ബിൻ കുൽസും അത്തഗ്ലബിയാണ്. പിന്നീട് അമവിയ കാലഘട്ടത്തിൽ അതേ തഗ്ലബ് ഗോത്രത്തിൽ വരുന്ന ഒരു കവിയാണ് അഖ്തൽ. മറ്റൊന്ന് അബ്ബാസിയ കാലഘട്ടത്തിൽ വരുന്ന ഒരു കവിയാണ് ബഷാർ ബിൻ ബർദ്. അപ്പോൾ അംർ ബിൻ കുൽസുമും ബഷാർ ബിൻ ബുർദും അഖ്തലും തഗ്ലബ് ഗോത്രത്തിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ആ ഗോത്രത്തിൽ വളർന്ന കവികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന് തമീം ഗോത്രത്തിൽപ്പെട്ടതാണ്. തമീം ഗോത്രത്തിൽ പെടുന്ന പ്രസിദ്ധ സാഹിത്യകാരന്മാരിൽ ഒന്നാമതായിട്ട് നമുക്ക് എണ്ണാവുന്നത് അക്സം ബിൻ സൈഫി അത്തമീമി എന്നവരാണ്. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഖുതബാക്കളിൽപ്പെട്ട പ്രസിദ്ധനായ ഒരാളാണ് അക്സം ബിൻ സൈഫി. അതുപോലെ തന്നെ അമവിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തമീം ഗോത്രത്തിൽപ്പെടുന്ന ഒരു കവിയാണ് ഫറസ്ദഖ്, വളരെ പ്രസിദ്ധനായ ഫറസ്ദഖ്. അമവിയ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു കവി കൂടെ തമീം ഗോത്രത്തിൽ വന്നിട്ടുണ്ട്. അത് ജരീർ ബിൻ അത്തിയ അത്തമീമി എന്ന് പറയുന്ന കവിയാണ്. അപ്പോൾ തഗ്ലബ് ഗോത്രവും തമീം ഗോത്രവും നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അബസ് ഗോത്രം. അബസ് ഗോത്രത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ മുഅല്ലഖയിലൊക്കെ പ്രസിദ്ധനായിരുന്ന അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബസി അബസു ഗോത്രത്തിൽപ്പെട്ട കവിയാണ്. പിന്നീട് മുഖ്ലറൻ, ഇസ്ലാമിക കാലഘട്ടത്തും അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തും ജീവിച്ച കവികളിൽ പെട്ട ആളായിരുന്നു ഹുതൈഅ. അദ്ദേഹവും അബസ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. എന്നാൽ ഇവരെയൊക്കെ മുമ്പിൽ ഉള്ള ഒരു കവിയായിരുന്നു ഉർവത്ത് ബിനുൽ വറദ്. അദ്ദേഹവും അബസ് ഗോത്രത്തിൽപ്പെട്ട കവിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തഗ്ലബ്, തമീം, അബസ് ഗോത്രം പരിചയപ്പെട്ടു. പിന്നെ ഒന്നുള്ളതാണ് മുസ്ന് ഗോത്രത്തിൽ. ഈ മുസ്ന് ഗോത്രത്തിൽ ഉള്ള കവികൾ 2 പേരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, സിലബസിലുള്ളത്. ഒന്ന് സുഹൈർ ബിൻ അബി സുലമ,
അദ്ദേഹം മുസ്നി ഗോത്രത്തിലാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മകൻ മുഹ്ലറമി കവികളിൽപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ, ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ച അദ്ദേഹം കഅബ് ഇബ്നു സുഹൈറും സുഹൈർ ബിൻ അബി സുലൈമയുടെ മകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹവും മുസ്നി ഗോത്രത്തിലാണ് പെടുന്നത്. അപ്പോൾ ഈ ഒരേ ഗോത്രത്തിൽ വരുന്ന സാഹിത്യകാരന്മാരാണ് ഇവർ. തഗ്ലബ്, തമീം, അബസ്, മുസ്നി ഗോത്രത്തിൽ വരുന്ന ആളുകൾ. പിന്നെ ഒന്ന് ഖുറൈശ് ഗോത്രത്തിൽ നമുക്ക് സിലബസിൽ വരുന്ന ഒരാളാണ്, രണ്ടുപേരാണ് ഖുറൈശ് ഗോത്രത്തിൽ പെടുന്നത്. ഒന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖുതബാക്കളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അതുപോലെ തന്നെ റസായിലിന്റെ കൂട്ടത്തിൽ അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരനും അദ്ദേഹം റസായിലിൽ പറയപ്പെടുന്ന ആളാണ്. അബ്ദുൽ ഹമീദ് അൽ കാത്തിബും ഖുറൈശ് വംശത്തിൽ വരുന്ന ആളാണ്. അപ്പോൾ തഗ്ലബ്, തമീം, ഖുറൈശ്, അബസ്, മുസ്നി എന്ന് പറയുന്ന ഈ ഗോത്രത്തിലെ സാഹിത്യകാരന്മാരെ നമുക്ക് ചുരുക്കത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ വല്ല പിഴവുകൾ, തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.